ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെ മെല്ലോസിൻ്റെ എല്ലാം ഏറ്റവും ഫേവറേറ്റ് ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. പുട്ടും പയറും പപ്പടവും പഴം. നമുക്കെല്ലാം ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അതിന് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് അരി കുതിർക്കുക, അരി പൊടിച്ചെടുക്കുക, എന്നിട്ട് അരി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി വറുത്തെടുക്കുക, പുട്ടുപൊടി നനച്ച് വെക്കുക, എന്നിട്ട് പുട്ടുണ്ടാക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് നമുക്ക് ചെയ്യേണ്ട രണ്ടാമത്തെ സ്റ്റെപ്പ് കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട്. നമ്മളുടെ മൂങ് ദാൽ ഇത് നല്ലതുപോലെ 4 പ്രാവശ്യം കഴുകിയെടുത്തു. അപ്പം പയർ പുഴുങ്ങിയതൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഒരുപാട് പയറൊന്നും വേണ്ട കേട്ടോ. ഞാനൊരല്പം പയറാണ്, ശകലം പയറേ എടുത്തിട്ടുള്ളൂ, ചെറുപയർ. നമ്മൾ പുട്ടിൻ്റെ കൂടെ പയർ പുഴുങ്ങിയത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് വേവിക്കരുത്, ഒന്നാമത്തെ കാര്യം. രണ്ടിത് ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, നമുക്കിത് കുറച്ചൊന്ന് വെന്താൽ മതി, ഓവറായിട്ട് കുഴഞ്ഞൊന്നും പോകരുത്. ഈ പയറിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു ബോൾ വെള്ളമാണ് ഒഴിച്ചത്, അതായത് ആ പയറിൻ്റെ ലെവലിൽ തന്നെ നിൽക്കണം കുക്കറിൽ വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊരു 2 വിസിൽസ്, ലോ ഫ്ലെയിമിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു വിസിൽസ് അടുപ്പിച്ചാൽ മതി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വിസിൽ അടുപ്പിച്ചാൽ ഇതും കുഴഞ്ഞു പോകരുത്. ഓക്കെ, നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് അരിപ്പൊടി പൊടിച്ചെടുക്കണം. ഞാനിവിടെ അരിപ്പൊടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് അരി കഴുകിയെടുക്കുക. നല്ലതുപോലെ വെള്ളം വാർന്നു പോയതിന് ശേഷം ഇത് കോഴ്സിലി പൊടിച്ചെടുക്കുക. കോഴ്സിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഒത്തിരി നൈസ് പൊടിയായിട്ട് എടുക്കണ്ട. നമുക്ക് കുറച്ച് തരിയുണ്ട് ഇതിൽ, ചെറിയ തരി വേണം. പുട്ടിന് പൊടിക്കുന്ന പൊടി എപ്പോഴും ചെറിയ തരിയോടെ പൊടിച്ചെടുക്കുക. ഇഡ്ഡലി അരി പുട്ടുണ്ടാക്കാൻ നല്ലതാണ്, അല്ലെങ്കിൽ പച്ചരി ആണെങ്കിലും, പച്ചരിയൊക്കെ ആകുമ്പോൾ കൂടുതൽ ഒട്ടും, അതിലും ബെസ്റ്റ് ഇഡ്ഡലി അരിയാണ്. ഇനി ഈ അരിപ്പൊടി നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം പുട്ടിന്. അപ്പോൾ ഒരുപാട് അങ്ങ് ചൂടാക്കണ്ട, എന്നാലും ഒരു 5 to 6 മിനിറ്റ് ഒന്ന് നമുക്കിത് ചൂടാക്കിയെടുക്കാം. നമ്മളിവിടെ ഈ അരിപ്പൊടി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടിയിൽ വലിയ തീ ഇടരുത്, ഫ്ലെയിം ഒരുപാട് ആകാരുത്, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ചൂടാക്കിയെടുക്കാൻ. ഒന്ന് വറുത്തെടുക്കുക അരിപ്പൊടി. ഒരു 5 to 6 മിനിറ്റ് മതി കേട്ടോ. നമ്മുടെ അരിപ്പൊടി ഇവിടെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അരിപ്പൊടി ചൂടാകുമ്പം അതിൻ്റെ ആ ഒരു പലർക്കും അതിൻ്റെ ഇത് കറക്റ്റ് പരിവ് അറിയത്തില്ല പലർക്കും. ഇതൊന്ന് ചൂടായി വരുമ്പം നല്ലൊരു മണം വരും. അരിപ്പൊടി അതിങ്ങനെ ഒരു ഇതായോ, ഇതിൽ കൂടി ഇങ്ങനെ കണ്ട അതിൻ്റെ ആവി വരുന്ന കണ്ട ചൂടായി കഴിയുമ്പം ഇതിൽ നിന്ന് അരിപ്പൊടിയുടെ നല്ലൊരു അരിപ്പൊടി വറുത്ത ഒരു മണം വരാൻ തുടങ്ങും. അതൊരു കറക്റ്റ് വരുവാണ്. ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇത് നല്ലതുപോലെ ഇപ്പം വറുത്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തു. ഈ അരിപ്പൊടി നല്ലതുപോലെ ഒരു പേപ്പറിലോട്ടെങ്ങാനും നിരത്തിയിട്ട് ഒന്ന് തണുക്കാൻ അനുവദിക്കുക. നല്ലതുപോലെ തണുത്തതിന് ശേഷമേ പുട്ടിന് പൊടി നനച്ചു വെക്കാവൂ. അപ്പോൾ നമ്മളുടെ ചെറുപയർ ഇവിടെ വേവിച്ചെടുത്തു. നല്ലതുപോലെ വെന്തിട്ടുണ്ട്, പക്ഷേ അളിഞ്ഞിട്ടില്ല. ഇതൊന്ന് സെപ്പറേറ്റായിട്ട് കിടക്കണം, കുഴഞ്ഞു പോകരുത്, പക്ഷേ നല്ലതുപോലെ വേവുകയും വേണം. അങ്ങ് വേവാതിരിക്കരുത്, എന്നാലും അത് ഒരു മണിയെടുത്ത് നോക്കി അറിയാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നുള്ള് ഉപ്പിട്ട് കൊടുക്കുക, ഒരുപാട് ആകരുത്, ജസ്റ്റ് ഒരു നുള്ള്. ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയൊന്ന് ഇട്ട് കൊടുക്കുക. തേങ്ങ കഴിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ തേങ്ങ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിനി നമുക്ക് കൈ കൊണ്ട് തന്നെ എടുത്ത് ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്താൽ മതി, സ്പൂൺ കൊണ്ടൊന്നും ഇളക്കാൻ നിൽക്കണ്ട. തേങ്ങ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഏറെ തേങ്ങ ആഡ് ചെയ്തോളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മളുടെ പയർ പുഴുങ്ങിയത് റെഡി. നമുക്ക് അരിപ്പൊടി നനച്ച് വെക്കാം. അതിന് പുട്ടിനുള്ള ഈ അരിപ്പൊടി ഒരുപാട് പൊടിഞ്ഞിട്ടില്ല. ഒരു റവയുടെ പരുവമില്ല, റവയുടെ പരുവത്തിലാണ് ഞാൻ പൊടിച്ചെടുത്തത്. ഒരല്പം ഉപ്പൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോകരുത്. ഒന്ന് മിക്സ് ചെയ്യുക കൈ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യും. എന്തായാലും കൈ കൊണ്ടല്ലേ നനയ്ക്കാനുള്ളത്, അപ്പം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം പുട്ടുപൊടി നനയ്ക്കാൻ, ഗ്രാജുവലി, ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്.
പിന്നെ അധികം പൊടിയാത്ത അരിപ്പൊടിയായതുകൊണ്ട് നമുക്ക് എന്താ പറഞ്ഞേ കുഴഞ്ഞു പോകുമെന്ന് പേടിക്കണ്ട. അപ്പം ഇങ്ങനെ കുറേശ്ശെ അരി പൊടിയിലോട്ട് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ പുട്ടുപൊടി ചെക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ കയ്യിലെടുത്തിട്ടൊന്ന് പതുക്കെ ഇങ്ങനൊന്ന് അമക്കി നോക്കിയാൽ അതാകുന്നുണ്ട് ഇങ്ങനെ. എന്നിട്ട് അതുപോലെ തന്നെ പൊടിച്ച് കളയാൻ പറ്റണം കേട്ടോ. അപ്പം ഇങ്ങനൊന്ന് ആക്കി നോക്കുമ്പോൾ നമുക്കറിയാതെ ആവുന്നുണ്ട്, കണ്ടില്ലേ? അപ്പം അത് നല്ലപോലെ പൊടിച്ച് കളയാനും പറ്റണം. 10 മിനിറ്റ് നമുക്ക് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് പുട്ടുണ്ടാക്കാം. അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഡ്രൈ ആയി എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഒരല്പം കൂടെ വെള്ളം വേണമെങ്കിൽ തളിച്ചു കൊടുക്കാം കേട്ടോ. സ്റ്റീലിൻ്റെ പുട്ടുകുടമാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് നമ്മളുടെ ഈ ചില്ല് ഇട്ട് കൊടുക്കുക. താഴെ അത് നല്ലതുപോലെ പ്ലേസ് ചെയ്യണം. ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക അതിലോട്ട്. ആ ഹോളെല്ലാം ഒന്ന് അടയാൻ വേണ്ടിയാണ് കേട്ടോ, പുട്ടുപൊടി താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഈ പുട്ടുപൊടി ഇതിലോട്ട് നിറയ്ക്കാം. സ്പൂൺ കൊണ്ട് വേണമെങ്കിലും നിറയ്ക്കാം, കൈ കൊണ്ടങ്ങ് നിറയ്ക്കുന്നേ ഉള്ളൂ. ഇത് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് തേങ്ങ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പം ഒരു പകുതിയോളം നമ്മൾ പൊടിയെടുത്തു. ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങയൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി പിന്നെയും പുട്ടുപൊടി നിറയ്ക്കുക. മതി. എന്നിട്ട് ഇതിന് മുകളിൽ ഒരൽപ്പം കൂടെ തേങ്ങ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ അടപ്പെടുത്ത് അടയ്ക്കുക. ഇനി സ്റ്റീം വന്നുകൊണ്ടിരിക്കുമ്പം വേണം നമുക്കിത് വെച്ച് കൊടുക്കാൻ. തണുത്ത വെള്ളത്തിന് മുകളിലോട്ട് ഇത് വെച്ച് കൊടുക്കരുത്. പുട്ടുകുടം നമ്മൾ വെള്ളം തിളപ്പിക്കാനിട്ടിരിക്കുകയാണ്, നമുക്കതിലോട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ പുട്ട് വെക്കാനുള്ള വെള്ളം ഇവിടെ തിളച്ച് കിടക്കുകയാണ് പുട്ടുകുടത്തിൽ. എൻ്റെ സ്റ്റീലിൻ്റെ പുട്ടുകുടം എല്ലാം ഞാൻ വെച്ച് കരിച്ചു കളഞ്ഞു കേട്ടോ, എപ്പോഴും ശ്രദ്ധിക്കാതിരുന്ന് വെള്ളം പറ്റിപ്പോയി. ഇനി നമുക്ക് ഇതിലെ സ്റ്റീം വരും. അപ്പോൾ ഒരു 3 മിനിറ്റ് മതി തിളച്ച വെള്ളത്തിന് മുകളിലോട്ട് വെച്ച് കൊടുക്കുവാണെങ്കിൽ. വെള്ളം തണുത്തതാണെന്നുണ്ടെങ്കിലാണ് സമയം ഒരുപാട് എടുക്കുന്നത്. അപ്പം വെള്ളം തിളച്ച് വരുന്ന സമയത്തേ നമ്മൾ പുട്ട് വെച്ച് കൊടുക്കാവൂ. അതുകൊണ്ട് എന്താ പറ്റുന്നത് പറഞ്ഞാൽ പെട്ടെന്ന് പുട്ട് വെന്ത് കിട്ടും. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ ഇത് സ്റ്റീം വന്നു. അപ്പം കാണാമായിരിക്കും എല്ലാവർക്കും. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ ഇത് സ്റ്റീം വന്നത്. ഇപ്പോൾ ഒരു കാണുന്നുണ്ട് 5 മിനിറ്റോ 6 മിനിറ്റായി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുത്തിനി സെർവ് ചെയ്യാം. അപ്പോൾ ചൂട് പുട്ട് റെഡി ആയിട്ടുണ്ട്. ചെറുപയർ, നമ്മളുടെ ഈസി ടേസ്റ്റി ഹെൽത്തി ഡിലീഷ്യസ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇന്ന് ഉണ്ടാക്കി നോക്കുന്നതാണ്. ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. പുട്ടും പയറും പപ്പടവുമാണ് കോമ്പിനേഷൻ. ഞാൻ പപ്പടം വെക്കണില്ല, പുട്ടും പയറും പഴവുമാണ് വെച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പപ്പടം കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം, കടലക്കറി ആഡ് ചെയ്യാം പയറിന് പകരം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.